ജസ്റ്റ് പാസ്സായി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മാങ്കാൻകുഴിയിൽ നിന്ന് പന്തളത്തിനോട്ട് പോകുന്ന റൂട്ടില്ലേ, ആ റൂട്ടായിരുന്നു കിട്ടിയത്. പോയി കയറിയപ്പോഴത്തേക്ക് അങ്ങേര് പിന്നെ എന്തുവായിരുന്നോ, നമ്മളെ ടെൻഷൻ മാറ്റാനായിരിക്കും അവരെന്നൊക്കെ ചോദിച്ചു, വീട്ടിലാരുണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു മോനേ ഉള്ളൂ, എന്താ ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്ന വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി ഉണ്ടായിരുന്നത് കൊടുത്തു. പിന്നെ വെറുതെ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ ഭയങ്കര വണ്ടിയുടെ ഇതാ. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാ ഈ മോഡിഫൈ ചെയ്ത വണ്ടിയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്? ഓരോ പിള്ളേരുടെ ആഗ്രഹത്തിനല്ലേ, ഞങ്ങളുടെ വീട്ടിൽ മോഡിഫൈ ചെയ്തൊരു വണ്ടിയുണ്ട്, ഞാനത് ഓടിച്ചാലോ എന്നുണ്ട്, ഗിയറിൻ്റെ എന്നൊക്കെ പറഞ്ഞത്. എല്ലാവരും ആഹാ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി കാണിച്ചേ, എൻ്റെ ഇതിലുണ്ടല്ലോ, ഞാൻ കാണിച്ചു പറയാം. ഇതോ ആ കൊള്ളാമല്ലോ, ഇത് എന്തുവായി കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊക്കെ MBD കണ്ട അപ്പോഴേ പൊക്കിക്കൊണ്ട് പോയി ഇതാക്കും എന്ന് പറഞ്ഞു. വെളിയിലൊന്നും ഇറക്കരുത് കേട്ടോ, ഇയാളിത് ഓടിക്കാനാണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാനൊന്നും അല്ല സാറേ, വണ്ടി ഉണ്ടോന്ന് ചോദിച്ചോണ്ട് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞാ സാറേ, വണ്ടിയൊന്നും പൊക്കാൻ വന്നേക്കല്ലേ സാറേ എന്ന് പറഞ്ഞു. വണ്ടിയൊന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും കിടപ്പില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അയാൾ ചിരിച്ചിട്ട് പറയാം, ആ വെളിയിലോട്ട് ഇറക്കട്ടെ, ഞാൻ പിടിച്ചോളാവുന്നു. വല്ലാത്തൊരു പണിയാണല്ലോ അമ്മ കാണിച്ചത്. ആ മോനെ ഞാനങ്ങ് പറഞ്ഞു, ഒരാവശ്യത്തിന് അങ്ങ് പറഞ്ഞതാ, ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഇനി ഇവിടെ തപ്പിപ്പിടിച്ച് വന്ന് ഒന്ന് കുത്തിയെടുത്തോണ്ട് പോവാ വണ്ടി, ആർക്കറിയാം. അല്ല എന്നിട്ടത് കാണിക്കുകയും ചെയ്തു, ഫോണിൽ കിടന്ന സാധനം എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു, ഇത് വീട്ടിൽ കിടക്കുന്ന ഓ അങ്ങനെ എടുത്തോണ്ട് പോകത്തില്ലായിരിക്കും, വഴിയിൽ ഓടിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, എടുത്തോണ്ടൊന്നും പോകത്തൊന്നുമില്ലടാ. എന്തായാലും ഒരു ആവേശത്തിന് പറഞ്ഞതാ, പാസ്സായല്ലോ എന്നുള്ള പിന്നെ ഇതില് സന്തോഷത്തിലാണ് പറഞ്ഞതാ. അതെന്തോ ഒമ്നിയാണ് അത്, അതെന്തോന്ന്